അവർക്കിത് ആവശ്യമാണ്. പക്ഷേ മനു പാവം. സത്യം, പാവം മനു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ കുടുംബത്തിൽ ജനിച്ചു പോയല്ലോ എന്ന്. നമസ്കാരം. പ്രേക്ഷകർ അങ്ങനെ ആഗ്രഹിച്ച ആ ഒരു എപ്പിസോഡ് വന്നിരിക്കുന്നു. ഓക്കെ, കമലയുടെ മുന്നിലിട്ട് ഹരിയെ പഞ്ചറാക്കുന്ന കാഴ്ച എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു എപ്പിസോഡായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ്. പക്ഷേ ഇവിടെ ഒരു സംഭവമുണ്ട്. ഹരിയുടെ ആ ഒരു എപ്പിസോഡിനകത്തെ നോട്ടം അത് കണ്ടാത്തോളം മനുവാണ് കുറ്റം ചെയ്തതെന്ന്. ഓക്കെ, വേറെ നല്ല കമൻറ്റ് ബോക്സിലും അങ്ങനത്തെ ഒരുപാട് ചർച്ചകളുണ്ട്. അത് മാത്രമല്ല എപ്പിസോഡിനകത്ത് കണ്ടപ്പോൾ എനിക്ക് ചില സംശയങ്ങളൊക്കെ അടിച്ചു. ഓക്കെ, ഞാൻ കാണിച്ചുതരാം. ഇവിടെ കുറച്ച് കമൻറ്റ്സ് ഉണ്ട്. അധ്യാപകൻ്റെ തല്ലും മാതാപിതാക്കളുടെ തല്ലും കിട്ടത്തെ, ഇങ്ങനെയുള്ള കുട്ടികൾ പോലീസുകാരുടെ തല്ലു മേടിക്കും, പുതിയ നിയമം വരും, ഇനി പോലീസുകാരും തല്ലാൻ പാടില്ല എന്ന്. ഓക്കെ, പ്രേക്ഷകർ ഒന്നടങ്കം കാണാൻ കൊതിച്ച സീൻ. മക്കളുടെ എല്ലാ കൊള്ളരുമായികൾക്കും കൂട്ടു നിൽക്കുന്ന മാതാപിതാക്കൾക്കുള്ള ഒരു പാഠമാണ് ഈ സീൻ. വളരെ വളരെ ശരിയാണ്. എന്നിട്ടും കമല തമ്പുരാട്ടിക്കും മകനെ അഭിനന്ദിച്ച് പുകത്താൻ പറയാനാണ് തോന്നുന്നത്. എന്തായാലും കമലയുടെ മുമ്പിട്ട് മകന് അത്യാവശ്യം നല്ല ഇടയിൽ പെട കിട്ടുന്നുണ്ട് പോലീസുകാരെ കയ്യിൽ നിന്നൊക്കെ. ഇതിപ്പോൾ കുറ്റം ചെയ്തത് മനു ആണോ? കരിമോൻ്റെ നോട്ടം കണ്ടാൽ മനു ചെയ്ത കുറ്റത്തിന് കരിമോനെ ശിക്ഷിച്ചത് പോലെയാണല്ലോ. അത് ചോദിച്ചത്, അതായത് എപ്പിസോഡിനകത്ത് ഈ മനുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ നോട്ടം കാണുമ്പോൾ തോന്നുന്നത് മനു ചെയ്തതാണോ ഇവൻ്റെ തലയിലിട്ടത്. ആ ഒരു സീന് എപ്പിസോഡിനകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, കമലയെ കാണുമ്പോൾ ഒരു സഹതാപവുമില്ല, അവർക്കിത് ആവശ്യമാണ്. പക്ഷേ മനു പാവം. സത്യം, പാവം മനു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ കുടുംബത്തിൽ ജനിച്ചു പോയല്ലോ എന്ന്. എനിവേ, സത്യം പറയാലോ, രോഹിത്തിന് തല്ലി കിട്ടിയപ്പോൾ സങ്കടമാണ് വന്നത്. ബാലചന്ദ്രൻ്റെ മുഖവും അലീനയുടെ മുഖവും കാണുമ്പോൾ. ബട്ട് ഇവിടെ ശരിയാണ് വരുന്നത്. എന്താണ് അറിയില്ല, കമലയുടെ ഫേസ് കാണുമ്പോൾ ഹരിക്ക് ഒരു കുറ്റബോധവുമില്ല. കഷ്ടം. രോഹിത് പേടിച്ച് ഇപ്പോൾ വീണു എന്ന അവസ്ഥയാണ്. സത്യം, രോഹിയുടെ കരച്ചിലും അച്ഛ എന്നുള്ള വിളിയും. അതേ പാവം, അവൻ നല്ല പയ്യനായിരുന്നു. ആ ഹരിയാണ് അവനെ ഈ ഗതിയിലാക്കിയത്. രോഹിയുടെ തിരിച്ചു വരവിനായി കട്ട വെയിറ്റിംഗ്. വേദവ്യാസ് തന്നെ മതി രോഹി ആയിട്ട്. സോ അങ്ങനെ കമൻസ് ഉണ്ട്. മക്കൾ ചെയ്യുന്ന കുഞ്ഞു തെറ്റുകൾ ചിലപ്പോൾ കണ്ടില്ലെന്ന് വെക്കും. പക്ഷേ ഇത്രയും വലിയ തെറ്റ് ചെയ്ത മകനെ ന്യായീകരിക്കുന്ന അമ്മ ഇവളാണോ? അമ്മ ഒരു പെൺകുട്ടിയെ ചിന്തിയിട്ടും മകൻ്റെ തെറ്റ് കാണാത്തൊരമ്മ, അച്ഛമ്മ കണ്ടില്ല, ചുമ്മാതല്ല വല്യമ്മ ഇങ്ങനെ കിടക്കുന്നത്. സോ നിങ്ങൾ കമൻസൊക്കെ വരുന്നുണ്ട്. എന്തെങ്കിലും നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അത്യാവശ്യം നല്ലൊരു എപ്പിസോഡായിരുന്നു. ബൈ.